ഹായ് ഫ്രണ്ട്സ്, ബിൻസ് ഹോം ആൻഡ് ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു കടി കടിച്ചാൽ മതി, പഴയകാല രുചികളെല്ലാം മനസ്സിലേക്ക് ഓടിയെത്തും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഏവർക്കും പ്രിയപ്പെട്ട നാടൻ രുചികളുടെ രാജാവായ മുന്തിരിക്കൊത്താണ്. രുചികരവും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതുമായ ഈ റെസിപ്പി അവസാനം വരെ കണ്ടോളൂ. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മുന്തിരിക്കൊത്താണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാനിപ്പോൾ 1/2 കിലോ ചെറുപയർ കഴുകി വാരി വെച്ചിരിക്കുന്നതാണ്. 1/2 കിലോ ശർക്കര, ഏലക്കപ്പൊടി, 1 തേങ്ങ. ചെറുപയർ വറക്കണം, തേങ്ങയും വറക്കണം, ശർക്കര ഉരുക്കണം. ഇത് ചെയ്തുകൊണ്ട് വരാം. നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ ഏകദേശം ആയി. നമുക്കിനി ഇതൊരു വേറൊരു പാത്രത്തിലോട്ട് കുടഞ്ഞിടാം. ഇതിനകത്തിരുന്നാൽ ഇത് മൂത്ത് പോകും. നമുക്ക് പയർ വറുത്തെടുക്കാം. നല്ലതായിട്ട് കഴുകി വാരിയതാണ്. ഇച്ചിരി വെള്ളമയം ഉണ്ട്, അതിന് കുഴപ്പമില്ല. വറക്കുന്ന വെള്ളമെല്ലാം പറ്റിപ്പോക്കോളും. നല്ലതായിട്ട് വറുത്തെടുക്കാം. നമ്മുടെ പയർ മൂത്തിട്ടുണ്ട്. ഇത് ആറിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചുകൊണ്ട് വരാം. നമുക്കിത് പൊടിച്ചെടുക്കാം. ഇതുപോലെ പൊടിഞ്ഞു, ഒത്തിരി പൊടിഞ്ഞും പോവല്ലേ, എന്നാൽ പൊടിയാതിരിക്കുകയും ചെയ്യില്ല. ഈ പരുവം നമുക്കിത് സെറ്റാക്കാം. ആദ്യം പയർ പൊടിച്ചെടുക്കാം. തേങ്ങ, ഏലക്കപ്പൊടി, ശർക്കര ഒഴിച്ച് നമുക്ക് ഇളക്കാം. ശർക്കര ഒരു നൂൽപ്പരുവൊന്നുമല്ല, വെള്ളം ഒഴിച്ച് അലിച്ചത് മാത്രമേ ഉള്ളൂ. കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് ഞാൻ ശർക്കര പാനിയാക്കിയത്. കുറേശ്ശെ ഒഴിച്ച് ഇളക്കാം. കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം മിക്സായി. നമുക്കിതിനെ ഉരുട്ടിയെടുക്കാം. ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് വലുപ്പമാണ്. ചെറുതായിട്ടോ വലുതായിട്ടോ ഞാൻ ഇതുപോലെയാണ് ഉരുട്ടുന്നത്. നമുക്ക് മാവ് മുക്കി വറക്കാൻ വേണ്ടി മാവ് തയ്യാറാക്കാം. ഇത് അരിപ്പൊടിയാണ്, നല്ലതായിട്ട് പൊടിഞ്ഞ് നല്ല അപ്പത്തിനൊക്കെ ഉള്ള പൊടി. അതിനകത്തോട്ട് നമുക്ക് കളറിന് ശകലം മഞ്ഞൾപ്പൊടി ഇടാം. കളറൊന്നും നമ്മൾ ഇടുന്നില്ല, മഞ്ഞൾപ്പൊടി ഇട്ടാണ് എടുക്കുന്നത്. കുഴച്ചെടുക്കാം. മാവ് കുഴച്ചതിൻ്റെ പരുവം എങ്ങനെയാണ്? ഒത്തിരി അങ്ങ് വെള്ളമായി പോവുകയും ചെയ്യില്ല, ഭയങ്കര കട്ടിയാവരുത്. ഇതിനകത്ത് മുക്കി നമുക്ക് വറുത്തെടുക്കാം. നമുക്ക് മാവിനകത്ത് മുക്കി എണ്ണയ്ക്കകത്തോട്ടിടാം ഓരോന്നായിട്ട്. തിരിച്ചിട്ട് കൊടുത്തായിരുന്നു. മൂത്ത് വരുന്നുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. എന്നിട്ട് അടുത്തതിടാം. ഒരുപാട് സമയം ഇടുകയൊന്നും വേണ്ട. ഒരു സൈഡ് കുറച്ച് സമയം ഇട്ട് മൂത്തിട്ട് അപ്പുറത്തെ സൈഡ് ഇട്ട് തിരിച്ച് മറിച്ച് വിട്ടെടുക്കാം. നമ്മളിതെല്ലാം അല്ലാതെ വേവിച്ച് വെച്ചിരിക്കുന്നതല്ലേ, വറുത്ത് വെച്ചിരിക്കുന്നതല്ലേ. നമ്മുടെ മുന്തിരിക്കത്തെല്ലാം റെഡിയായി. ഓണമൊക്കെ വരുമല്ലേ, നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ്. കണ്ടതിന് നന്ദി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.